ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് പഴുത്ത മാങ്ങ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേടയുടെ റെസിപ്പി നോക്കാം. അതിനായി ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 മാങ്ങ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഇതിവിടെ നല്ല പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് മാങ്ങയുടെ പൾപ്പാണ് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മാങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങയുടെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ലൂസായിട്ട് വരും. അത് കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് എടുക്കണം. ഇതിവിടെ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. 1.25 കപ്പ് പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കട്ടകളെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിവിടെ നന്നായിട്ട് തന്നെ കട്ടകളെല്ലാം ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതിവിടെ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിയാൽ മതിയാകും. ഒരുപാടിട്ടങ്ങ് തണുപ്പിച്ചെടുക്കണ്ട. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് മിക്സ് വീതം കയ്യിൽ വെച്ച് ആദ്യം ഒന്ന് ഒരു ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വിരൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് നട്ട്സ് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ പേരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.